നമസ്കാരം. ഞാൻ ഗിൽബർട്ട്. സർവീസ് കാലത്തെ ഡയറിക്കുറിപ്പുകൾ കഥാരൂപത്തിൽ ഈഗിളായി ദ റിയൽ സ്റ്റോറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങളുടെ സഹകരണം ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ. കോട്ടയം പൊൻകുന്നം റോഡിൽ വഴിക്കോട് എന്ന സ്ഥലത്ത് റോഡരികിൽ മാരുതി സ്വിഫ്റ്റ് കാറ് ഒതുക്കിയിട്ട നിലയിൽ കാണപ്പെട്ടു. വഴിയാത്രക്കാർ നോക്കുമ്പോൾ AC ഓൺ ചെയ്തിരുന്നു. അതുകൊണ്ട് അതിനകത്ത് ആളുണ്ടോ എന്ന് നോക്കാനായിട്ട് നോക്കിയപ്പോഴാണ് ഈ ഫിലിം ഒട്ടിച്ച ഗ്ലാസ് ആയതുകൊണ്ട് അകത്തെന്താണുള്ളതെന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. എങ്കിലും പിൻ സീറ്റിൽ ആരോ ഒരാൾ ഇരിപ്പുണ്ട് എന്നൊരു സംശയം, ഒരു രൂപം കാണുന്നുണ്ടെന്നൊരു സംശയം. ഒന്ന് രണ്ട് പേര് അവിടെ കൂടിയവരെല്ലാവരും കൂടെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അത് പറഞ്ഞുകൊണ്ട് നേരെ അയാൾ തൊട്ടടുത്താണ് സ്റ്റേഷനിലെത്തി വിവരം പറഞ്ഞു. ഇങ്ങനൊരു സംശയമുണ്ട്, ഇങ്ങനെ കാറ് അവിടെ കിടപ്പുണ്ട്, വഴിക്കോട് കിടപ്പുണ്ട്. വിവരം അറിഞ്ഞ ഉടനെ തന്നെ SI ഒരു FIR രജിസ്റ്റർ ചെയ്തു. അയാളുടെ മൊഴി രേഖപ്പെടുത്തി FIR രജിസ്റ്റർ ചെയ്തു. സംശയം ഉള്ളത് ചിലപ്പോൾ മർഡർ വല്ല ആണോ എന്നുള്ള അറിയാത്തതുകൊണ്ട് SI ഉടനെ സന്ദേശം CIക്ക് കൈമാറുകയും ചെയ്തു. എന്നിട്ട് SI സ്ഥലത്തും ഏതാണ്ട് 7:30 ASIയും പോലീസുകാരെ കൂട്ടി ഞാനും അവിടെ എത്തി. അവിടെ എത്തുമ്പോൾ SIയും പാർട്ടിയും ഇപ്പോൾ ആളുകളെ ഒതുക്കാനായിട്ട് നിയന്ത്രിക്കാനും വാഹനങ്ങൾ കടത്തിവിടാനും ഒക്കെ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരുവിധം എല്ലാവരെയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വാഹനത്തിനടുത്ത് നോക്കിയപ്പോഴാണ് ബുദ്ധിമുട്ടായത്. അത് തുറക്കാനുള്ള താക്കോലില്ല, ഗ്ലാസ് തുറക്കാനും പറ്റുന്നില്ല. ആകെ നിരാശയായി. അത് നിൽക്കുന്നതിനിടയിലാണ് ഒരാൾ മുന്നോട്ട് വന്നത്. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാൾ മുന്നോട്ട് വന്നു. ഒരു 12 ഇഞ്ച് നീളമുള്ള ഒരു ടേപ്പും ഒരു നൂലും അയാളെടുത്ത് അതിൽ ഒട്ടിച്ചിട്ട് ഈസി ആയിട്ട് ആ ഇടതുവശത്തെ ഫ്രണ്ട് ഗ്ലാസ് താഴ്ത്തി കൈ കടത്തി ആ ഡോർ തുറന്ന് ഓപ്പൺ ആക്കി ചെയ്തു. ജനങ്ങളുടെ ഇടയിൽ അയാൾ ഒരു വലിയ ഒരു രാജാവിൻ്റെ പരിവേഷമായിട്ട് അയാൾ വന്നു. പെട്ടെന്ന് അയാളുടെ പേരും അഡ്രസ്സും ഒക്കെ കുറിച്ചെടുക്കുന്ന കൂട്ടത്തിൽ എല്ലാം എഴുതിയെടുത്തപ്പോഴും മനസ്സ് പറഞ്ഞു അവനെ സൂക്ഷിക്കണം. അവനെ പറഞ്ഞേക്കുകയും ചെയ്തു. പക്ഷേ ഈ ഡോറ് തുറന്ന് ഗ്ലാസ് നോക്കിയപ്പോൾ ആളെ മനസ്സിലായപ്പോഴാണ് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയത്. ആളെ കണ്ടെത്താൻ ആരെന്നറിയാൻ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അത് ജോസ് എന്ന് പറയുന്ന ഒരാളാണ്, സ്ഥലവാസിയാണ്. അപ്പം പൊൻകുന്നം ജംഗ്ഷനിൽ ഒരു കോസ്മെറ്റിക് ഷോപ്പ് നടത്തുന്നു ജോസിനെ എല്ലാവർക്കും അറിയാമെന്നുള്ളത്. പക്ഷെ ജോസ് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം കണ്ടെത്താനായില്ല. ജോസ് ഒരുപക്ഷെ ദൂരയാത്ര കഴിഞ്ഞ് വന്ന വഴിയിൽ ഉറക്കം വന്നതുകൊണ്ട് വാഹനം ഒതുക്കിയിട്ട് അവിടെ കിടന്ന് മയങ്ങിപ്പോയതായിരിക്കണം എന്നാണ് ഒരു കൂട്ടർ. ആ വാദഗതിക്ക് ഒരു 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 സപ്പോർട്ടും കിട്ടി. എങ്കിലും അപ്പോഴും സംശയങ്ങൾ പിന്നെയും ബാക്കി. അയാളെ വാഹനത്തിന് താക്കോല് കാണുന്നില്ല. മാത്രമല്ല ജോസ് എപ്പോഴും ഒരു സ്ഥിരമായിട്ട് കഴുത്തിൽ ഒരു വലിയ ചെയിൻ സ്വർണ്ണമാല അണിയാറുണ്ട്. ഇപ്പോൾ അത് കഴുത്തിൽ കാണുന്നുമില്ല. ആ സംശയത്തിന് ഉത്തരം കണ്ടെത്താനായില്ല. അപ്പോൾ എന്തോ ഇതിനകത്ത് മാറ്റാരോ എന്തോ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം പൊങ്കി. അപ്പോൾ എന്നിട്ടും അവിടെ ചർച്ച നടക്കുകയാണ് ആളുകൾ. അപ്പോൾ ഒന്ന് ചിലർ പറയുന്നത് ഇങ്ങനെ ഈ ഡോർ ലോക്കായി പോയി അതിനകത്ത് വരുന്ന വിഷവാതകം ശ്വസിച്ചാണ്, AC-യുടെ വിഷവാതകം ശ്വസിച്ചാണ് മരിച്ചതെന്ന് ഒരു കൂട്ടരും, അതല്ല മറ്റാരോ അപകടപ്പെടുത്തിയതാണെന്ന് ഒരു കൂട്ടരും, വേറൊരു കൂട്ടർക്കാണെങ്കിൽ ജോസിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും എന്ന് മറ്റൊരു കൂട്ടർ. എന്തായാലും ഈ ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കണമല്ലോ. ഒരു ബന്ധു എന്ന് പറയുകയും ചെയ്ത് സാർ പണം എപ്പോഴും കൊണ്ട് കിടക്കുന്ന ആളാണ്, പേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞ് ഒരാൾ വന്ന് പറയുകയും ചെയ്യും. എന്തായാലും സംശയം വന്ന സ്ഥിതിക്ക് SI എടുത്ത് ഉടനെ സ്റ്റേഷനിൽ ചെന്ന് എല്ലാവർക്കും മെസ്സേജ് കൊടുക്കാൻ പറഞ്ഞു. ഫിംഗർ പ്രിൻറ്റിനും സയൻറ്റിഫിക് എക്സ്പെർട്ടിനും എല്ലാവർക്കും സന്ദേശം ജയിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് സ്ഥല പരിശോധനയൊക്കെ നടത്തി. ഇൻക്വസ്റ്റ് എഴുതി തുടങ്ങണോ എന്നുള്ളതിലായിരുന്നു. ഇത് ടാമ്പർ ചെയ്യേണ്ട, അവർ വരുമോ എന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാം സാവകാശം ആളുകളെയൊക്കെ ഒതുക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ആളെ കാണിച്ചിട്ട് ആളുകൾ തിരിച്ചു പോവുകയും ചെയ്തു. അതുമാത്രമല്ല
ആ അവർ വരുന്നതിന് മുമ്പ് തന്നെ ഈ ആളുകളുടെ വ്യഗ്രത മാറാനായിട്ട് ഒരു മൃതശരീരം ഒരു ഷീറ്റ് വിരിച്ച് തറയിൽ വിരിച്ചിട്ട് മൃതശരീരം എടുത്ത് ആ ഷീറ്റിൽ കിടത്തി ഫോട്ടോകളെല്ലാം നിറയെ ഇതിൻ്റെ എല്ലാം എടുത്തിട്ട് തിരിച്ച് കിടത്തുകയും ചെയ്തു. ഈ എക്സ്പെർട്ട് വന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് സ്ഥലമെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ അവിടെ ആ തൊട്ടടുത്തുള്ള ഓടയിൽ ഒരു ലൈസൻസ് കിടക്കും. അതാരും ചവിട്ടി നശിപ്പിച്ചിട്ടൊന്നുമില്ല. ഒരു ലൈസൻസ് ആരോ പുതിയതായിട്ട് കൊണ്ടിട്ടതുപോലെ തോന്നും. ആ ലൈസൻസ് എടുത്തത് നോക്കി അതിൽ അഡ്രസ്സ് കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ആളുടെ ലൈസൻസാണ്. ഇതെങ്ങനെ എവിടെ വന്നു എന്ന് തോന്നുന്നു എന്ന് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തോന്നി ഇത് അന്വേഷണം വഴിതെറ്റിക്കാൻ ആരോ മനഃപൂർവ്വം കൊണ്ടിട്ടതാണെന്ന് ഒരു ചിന്ത ഒരു കൊള്ളിയാൻ പോലെ മനസ്സിലൂടെ കടന്നുപോയി. അപ്പോൾ എക്സ്പെർട്ട് വന്ന് പരിശോധിച്ചതിൽ ഇത് വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചതാകാനാണ് സാധ്യത എന്ന് അവർ പറഞ്ഞു. പ്രിൻ്റുകൾ കാർന്നുള്ള പ്രിൻ്റുകളും ഒക്കെ എടുത്തു. ഉടനെ എൻക്വസ്റ്റ് എല്ലാം നടപടിയെല്ലാം പൂർത്തിയാക്കി മൃതശരീരം പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കാക്കി മെഡിക്കൽ കോളേജിൽ അയക്കുകയും ചെയ്തു. അത് കഴിഞ്ഞാണ് അന്വേഷണം നടത്തുന്ന കൂട്ടത്തിൽ ഇൻക്വസ്റ്റ് സ്ഥലത്തിൻ്റെ വിവരണങ്ങളെല്ലാം എഴുതി അളവുകളെല്ലാം എഴുതി രേഖപ്പെടുത്തി ആ മൃതശരീരത്തിൻ്റെ ആ കിടന്ന രീതിയും അളവും എല്ലാം എഴുതി കൊണ്ടുവന്നപ്പോഴാണ് ഈ ബാക്കി തുടർന്ന് അന്വേഷിക്കാൻ എഴുതാനായിട്ട് ASI ചുമതലപ്പെടുത്തിയ ശേഷം പുറത്തിറങ്ങി ഈ ജോസിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തി. അപ്പോൾ എല്ലാവർക്കും അറിയാം ഈ ജോസ് 10 വർഷത്തോളം ഗൾഫിലായിരുന്നു, വിദേശത്ത് ജോലിയായിരുന്നു. മടങ്ങി വന്നതിൻ്റെ 3-ാമത്തെ വർഷം ഭാര്യ സെലിൻ ആത്മഹത്യ ചെയ്തു. അതിനുശേഷം ആ ഏകാന്തത ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവർക്ക് 12 വയസ്സായ ഒരു മകനുണ്ട്. ആ മകൻ സൈനിക സ്കൂളിൽ പഠിക്കുകയാണ്, ഹോസ്റ്റലിൽ അവിടെ നിന്ന് പഠിക്കുകയാണ്. അപ്പോൾ ഈ വിരസത അകറ്റാനായിട്ട് ഏകാന്തതയുടെ വിരസത അകറ്റാനായിട്ട് അയാൾ ഒരു കോസ്മെറ്റിക്കിൻ്റെ ഒരു വലിയൊരു ഷോപ്പ് പൊൻകുന്നം ജംഗ്ഷനിൽ ആരംഭിച്ചു. വിവിധ ദേശത്തുള്ള കോസ്മെറ്റിക്സ് എല്ലാം ഉള്ളതിനാൽ ഈ സ്ത്രീകളുടെ ഒരു ഇഷ്ട സ്ഥാപനമായി അത് മാറുകയും ചെയ്തു. അങ്ങനെ കച്ചവടം അങ്ങനെ പൊടി പൊടിച്ച് നടക്കുകയും ചെയ്തു. ജോസിൻ്റെ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ എല്ലാം ആരോടും ശത്രുതയൊന്നുമില്ല, എന്നാൽ സ്നേഹമാണ് എല്ലാവരുമായിട്ട്. അവിടുത്തെ ജീവനക്കാരോട് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരോടും നല്ല സ്നേഹത്തിലാണ് പെരുമാറുന്നത്. കസ്റ്റമേഴ്സിനോടും നല്ല പെരുമാറ്റമാണ്. ഈ ജീവനക്കാരോട് തന്നെ സ്ത്രീ ജീവനക്കാരോട് ഒരു പ്രത്യേക മമത കൂടുതൽ കാണിക്കാറുമുണ്ട്. അപ്പം ആ ഒരു കാരണം കൊണ്ട് തന്നെ എല്ലാവരും കൂടെ ചേർന്ന് മിഠായി ജോസ് എന്നൊരു ഓമനപ്പേര് ഇദ്ദേഹത്തിന് നൽകിയിട്ടുമുണ്ട്. അതോടൊപ്പം ഈ രീതിയിലുള്ള സ്വഭാവത്തിൻ്റെ അതിര് കടന്നതിനാലാണ് ഭാര്യ സെലിൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണമായെന്നുള്ള ഒരു അന്തഃപുര രഹസ്യം അത് പറഞ്ഞ് പുറത്തു വരികയും ചെയ്തു. അപ്പോൾ ഈ ജോസിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ മനസ്സിലാക്കി ഈ നടപടികളെല്ലാം പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് അയച്ചതിന് ശേഷം ജോസിൻ്റെ ഈ സ്വഭാവം അനുസരിച്ച് സ്ത്രീകളുമായിട്ടുള്ള ബന്ധപ്പെടുന്ന നമ്പറുകൾ കളക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ അയച്ചു അവർക്ക് ഇതിൻ്റെ നമ്പർ കളക്ട് ചെയ്യാനായിട്ട് അയക്കുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ ലിസ്റ്റ് തന്നെ കിട്ടി. അപ്പോൾ അതിനെ ചുരുക്കി 10 പേരിൽ ഒതുക്കി. ആ 10 പേരെ പറ്റി കൂടുതൽ അന്വേഷിക്കാനായിട്ട് ഒരു സ്ക്വാഡിനെ പോലീസുകാരെ ചുമതലപ്പെടുത്തി ഇവരെ എല്ലാം ബന്ധപ്പെടാനും ജോസുമായിട്ട് എന്താണ് അടുപ്പം എന്നുള്ളത് അന്വേഷിക്കാനായിട്ട് ആളുകളെ അതിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ജോസിൻ്റെ മറ്റുള്ള ആ അന്വേഷണം കഴിഞ്ഞുടനെ തന്നെ ഈ പോലീസുകാർ പറഞ്ഞയച്ചല്ലോ. ഇത് കഴിഞ്ഞ് ജോസിൻ്റെ വീട്ടിലെത്തി അവർക്ക് എന്തെങ്കിലും പറയാൻ കാണുമെന്ന് പറഞ്ഞ് വീട്ടിലെത്തുമ്പോഴാണ് അവിടെ ജോസിൻ്റെ ഭാര്യയുടെ അമ്മ റോസലിൻ അവിടെ ഉണ്ടായിരുന്നു. അത് ഒരു 60-നോടടുത്ത സ്ത്രീ. പക്ഷേ അത് ആ പ്രായം അംഗീകരിക്കാൻ വൈമനസ്സുള്ള ഒരു സ്ത്രീയാണെന്ന് ആദ്യം അവരുടെ ആ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും. ആ സ്വന്തം മകള് മരിച്ചതിന് കാരണക്കാരനായ മരുമകൻ്റെ വീട്ടിൽ തന്നെ അവർ തുടർന്ന് താമസിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് അന്വേഷിച്ചപ്പോഴാണ് അത് കൊച്ചുമോനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ്, അവനെ വിട്ട് പോകാൻ മടിയുള്ളതുകൊണ്ടാണ് ആ വീട്ടിൽ തന്നെ തങ്ങിയതെന്നാണ് അവരുടെ ന്യായീകരണം. കൊച്ചുമോൻ ഹോസ്റ്റലിലല്ലേ എന്ന് ചോദിച്ചാൽ കൊച്ചുമോൻ ആഴ്ചയിൽ ഒരു വിശേഷ ദിവസങ്ങളിലൊക്കെ അവധിക്കൊക്കെ വരും. അപ്പോഴവനെ ഒന്ന് കാണാമല്ലോ എന്നുള്ള ആ ഒരു ഇതോടുകൂടിയാണ് ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചത്.
മാത്രമല്ല, ഇപ്പോൾ ജോസിന് ചായ കൊണ്ട് കൊടുക്കുന്നത് മുതൽ തുടങ്ങി ആദ്യമൊക്കെ അത് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ എല്ലാ കാര്യത്തിനും എൻ്റെ സഹായം തന്നെ ഉണ്ടായേ മതിയാവൂ എന്നുള്ള സ്ഥിതിയിലെത്തിയ ജോസിന്. ഇപ്പം എല്ലാത്തിനും ഞാൻ തന്നെ വേണം. വിളമ്പിക്കൊടുക്കുന്നത് മുതൽ എല്ലാ കാര്യത്തിനും. ഈ കാര്യം വിവരിക്കുമ്പോൾ അവരുടെ മുഖത്ത് ഒരു പാൽപ്പായസം നുകർന്നതിൻ്റെ സംതൃപ്തി ഉണ്ടായി. എന്തായാലും അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ ജോസ് അന്ന് രാത്രി 10 മണിക്ക് രാത്രി ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എന്തെങ്കിലും എവിടെയാണ് പോകുന്നതെന്ന് വല്ലതും പറഞ്ഞിരുന്നോ? നിങ്ങൾ ചോദിച്ചിരുന്നോ? അത് ഇതിനു മുമ്പും 1, 2 വട്ടം ഇങ്ങനെ രാത്രി ഇറങ്ങി പോകാറുണ്ട്. ഞാൻ അതിനെപ്പറ്റിയൊന്നും ചോദിക്കാറില്ല. പക്ഷെ അന്നും രാത്രി ഇറങ്ങി പോകുന്നതിന് മുമ്പ് 2 വട്ടം ആർക്കോ ഫോൺ ചെയ്തിട്ടാണ് പോയത്. ഞാനത് കണ്ടെങ്കിലും ഞാനതൊന്നും തടസ്സപ്പെടുത്താനോ കണ്ട ഭാവമൊന്നും നടിച്ചില്ല. അവർ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ രേഖപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവരുടെ മുഖത്ത് പരന്ന ദുഃഖം നഷ്ടപ്പെടലിൻ്റേതാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനാവും. സ്വന്തം മകളുടെ മരണത്തിന് ഉത്തരവാദിയായ മരുമകനോടൊപ്പം ആ വീട്ടിൽ കഴിയാൻ കാണിച്ച ആ വലിയ മനസ്സിന് മനസ്സുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. നേരെ അന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ കമ്പ്യൂട്ടർ സെല്ലിലേക്ക് മെസ്സേജ് കൊടുത്തു. ഈ നമ്പറിൽ നിന്ന് ജോസിൻ്റെ നമ്പറിലേക്ക് രാത്രി 9 മണിക്ക് ശേഷം വിളിച്ചിട്ടുള്ള ഫോൺ നമ്പർ ആരതാണ്, അവരുടെ ലൊക്കേഷൻ എന്ന് അറിയിക്കണം എന്ന് പറഞ്ഞു. അവരുടെ വെരിഫൈ ചെയ്തതിന് ശേഷം അന്വേഷിച്ചിട്ട് അവരുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് അയച്ചു തന്നപ്പോഴേക്കും രാത്രി 8, 9 മണിയായിക്കഴിഞ്ഞു. അത് രേവതി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഫോൺ നമ്പറിലേക്കാണ് വിളിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അവരുടെ ലൊക്കേഷൻ ഈ വഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഒരു ഹൈസ്കൂളിന് സമീപമാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരിച്ചു. അപ്പോൾ പോലീസുകാരുമായിട്ട് കയറ്റി 3-4 പോലീസുകാരുമായിട്ട് നേരെ സംഭവം അവിടെ എത്തി, വഴിക്കോടെത്തിയപ്പോൾ കടകളെല്ലാം അടച്ച് കഴിഞ്ഞ് ഏകദേശം 1-2 കടകൾ മാത്രമേ അടയ്ക്കാനുള്ളൂ. ആളുകളും എല്ലാം വീട്ടിലോട്ട് പോകാനുള്ള തിരക്കിലാണ്. കൂട്ടത്തിൽ ഒരാളെ വിളിച്ച് ചോദിച്ചു, ഈ രേവതി എന്ന് പറഞ്ഞ സ്ത്രീ താമസിക്കുന്ന എവിടെയെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ആ വീട്ടിൽ പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്, അത് ഈ നാട്ടുകാരല്ല, അവിടെ ഒരു ഭാര്യയും ഭർത്താവും വേറൊരാളും കൂടെ ഉണ്ട്, 3 പേര് ആ വീട്ടിൽ താമസിക്കുന്നുണ്ട്, പേരൊന്നും കൃത്യമായിട്ട് അറിയില്ല, എന്തോ സീരിയൽ താരം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് കൂടുതൽ അറിയില്ല. അയാൾ പോകും. അവിടെ നിന്ന് കിട്ടിയ വിവരവും ആ ലൊക്കേഷനും ഒക്കെ നോക്കിയപ്പോൾ സീരിയൽ താരമാണെന്ന് പറഞ്ഞത് കൂടെ വെച്ച് ഒരു 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 തീരുമാനത്തിൽ നേരെ ചെന്ന് വീട്ടിൽ വാതിൽ മുട്ടി. വാതിൽ തുറന്നെത്തിയത് ഒരു തടിയൻ, ഒപ്പം ഒരു രൂക്ഷഗന്ധവും മദ്യം ആട് നല്ല ഫിറ്റായിട്ട്. ഈ രേവതി എന്ന് പറഞ്ഞ സ്ത്രീ താമസിക്കുന്ന ഇവിടെയാണോ എന്ന ചോദ്യത്തിന് അത് ഞാനാ സാറേ എന്ന് പറഞ്ഞൊരു സ്ത്രീ മുന്നോട്ട് വരികയും ചെയ്തു. നിങ്ങൾക്കെന്താ ജോലി? അത് ഞാൻ സീരിയലുകളിലൊക്കെ അഭിനയിക്കും, കൂടാതെ ബ്രൈഡൽ മേക്കപ്പിന് പോകും. നിങ്ങൾക്ക് ആ ജോസിനെ അറിയാം? ഏത് ജോസ്? പെട്ടെന്ന് ഒന്ന് മുഖഭാവം മാറിയെങ്കിലും ഏത് ജോസ്? ഒന്നും അറിയാത്ത അഭിനയം കാഴ്ച. ഈ കോസ്മെറ്റിക്സ് ഷോപ്പിട്ടിരിക്കുന്ന ആ ജോസ്, അതറിയാം, അത് ഞാനിങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പം ഉണ്ട്, പരിചയമുണ്ട്. നിങ്ങളെന്തിനാണ് ആ ജോസുമായിട്ട് ഫോണിൽ ബന്ധപ്പെടുന്നത്? അതാര് പറഞ്ഞു? ഞാൻ ജോസിനെ വിളിക്കേണ്ട ഒരു കാര്യമില്ല. ജോസിനെ വിളിക്കേണ്ട എനിക്കെന്താ കാര്യം? എന്ത് കാര്യമെന്നിരിക്കട്ടെ, എനിക്കതിൻ്റെ സത്യം അറിയണം. നിങ്ങളോട് 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ എന്നോടൊപ്പം വരണം, 3 പേരും. ഇതാരൊക്കെയാണ്? ഒന്ന് എൻ്റെ ഭർത്താവ് വിജയനാണ്, മറ്റത് അടുത്ത ബന്ധുവാണ്, സണ്ണിയാണ്. നിങ്ങൾ 3 പേരും എന്നോടൊപ്പം വരണം. തടിയൻ്റെ ശബ്ദം അങ്ങ് മാറി. നാളെ രാവിലെ വരാം സാറേ. ഇന്നിപ്പോൾ രാത്രി തന്നെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ അറിയാം. ഞങ്ങൾക്ക് സംശയം വന്നാൽ 1-2 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഉടനെ തിരിച്ച് വീട്ടിൽ തന്നെ ഞങ്ങൾ കൊണ്ട് എന്നെ കൊണ്ടാക്കാം. അതിന് മറുപടി അയാളുടെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടെ കടുപ്പിച്ചുള്ള മറുപടിയായിരുന്നു. സാറിന് ഈ സ്ഥലവും സ്ഥലവാസികളെയൊന്നും അത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. ഈ സ്ഥലവും സ്ഥലവാസികളെയൊക്കെ എനിക്ക് നല്ലോണം അറിയാം. നിങ്ങളെയാണ് ഈ നാട്ടുകാർക്ക് അറിയാത്തത്. എവിടുന്ന് വന്ന് താമസിക്കുന്ന 3 പേരെന്നുള്ളേ അറിയാവുള്ളൂ. അതല്ല, അനുസരിക്കാൻ കൂട്ടാക്കാതെ നാട്ടുകാർ സഹായിക്കുമെന്നുള്ള ബലത്തിൽ നിൽക്കാനാണ് ഭാവമെങ്കിൽ അവരെ കൊണ്ട് തന്നെ പിടിച്ചു കെട്ടി
സ്റ്റേഷനിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കാൻ എനിക്കറിയാം. അത് കാണണം. അത് ആ വിരട്ട് ഏറ്റു. ഒരു പിന്നെ മറുപടിയൊന്നുമില്ല. 3 പേരും വണ്ടിയിൽ കയറി. അവർ 3 പേരുമായിട്ട് സ്റ്റേഷനിലെത്തി. അവരെ 3 സ്ഥലത്തായിട്ട് മാറ്റി നിർത്തിയിട്ട് ഓരോരുത്തരായിട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ രേവതി ആണ് ഞാൻ ചോദ്യം ചെയ്തത്. രേവതി പറഞ്ഞു, ഇത് വരും ഈ കള്ളം പറഞ്ഞാൽ ബുദ്ധിമുട്ട് ഉണ്ടാവുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവൾ പറയാൻ തുടങ്ങിയത്. സാർ, ജോസിനെ എനിക്കറിയാം. സാധനം വാങ്ങിക്കാൻ പോയപ്പോഴുള്ള പരിചയമാണ്. അപ്പം അയാളുടെ സ്വഭാവവും നേരത്തെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു ദിവസം എന്നെ ഫോൺ ചെയ്ത് ഞങ്ങൾ തമ്മിൽ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഇന്ന ദിവസം വരണം എന്ന് ഞാൻ വീട്ടിലേക്ക് ക്ഷണിച്ചത്. വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ആ ദിവസം രാത്രി അയാൾ വരുന്നത് കാത്ത് ഞങ്ങളിരുന്നു. അയാൾ വണ്ടിയും കാറും ഒതുക്കിയിട്ടാണ് വീട്ടിലോട്ട് കയറി വന്നത്. പക്ഷെ അന്ന് ഞങ്ങൾ വന്ന് ആദ്യത്തെ സീരി സംസാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അയാൾ തന്നെയാണ് വേണ്ടാത്തരം കാണിച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്ഥലവും എവിടെയാണ്, നിങ്ങളുടെ ഇതൊക്കെ ആരൊക്കെയാണ് നിങ്ങളുടെയൊക്കെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണ്? അത് ഞങ്ങൾ ഭാര്യയും ഭർത്താക്കന്മാരെന്നൊക്കെ വെറുതെ ഒരേ ലക്ഷ്യത്തോടുള്ള മുന്നേറ്റത്തിൻ്റെ പാതയിൽ വഴിക്ക് വെച്ച് കണ്ടുപിട്ടിയ 3 പേരാണ്. ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ജോസിൻ്റെ സ്വഭാവത്തിനുള്ള ആളുകളെ കണ്ടെത്തി അവരെ ട്രാപ്പിലാക്കുകയാണ് ഞങ്ങളുടെ ജോലി. അവരെ പണം പിടുങ്ങുന്നതാണ് ഞങ്ങളുടെ ജോലി. നിങ്ങളുടെ പേരിൽ എവിടെയെല്ലാം കേസുണ്ട്? അത് ഞങ്ങൾ എറണാകുളത്തും കോഴിക്കോടും ഒക്കെ ഞങ്ങളുടെ പേരിൽ കേസുണ്ട്. ഓ, അത് ശരി. അപ്പോൾ ജോസിനെ ഒന്ന് വിളിച്ച് വരുത്തി. അപ്പോൾ ജോസിനെ അപകടപ്പെടുത്താൻ, പക്ഷെ ഞങ്ങൾ ഇത്രയും നാൾ കള്ളം ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരാളെ കൊല്ലേണ്ടി വന്നത് ആദ്യമായിട്ടാണ് സർ. അതിന് കാരണം ജോസ് തന്നെയാണ്. അയാൾ ഞങ്ങളെ പറ്റിക്കാനായിട്ട്, ഞങ്ങളെ ചതിക്കാനായിട്ട് അവിടെ കിടന്ന് നിലവിളിച്ച് ആളെ കൂട്ടാനുള്ള ശ്രമം നടത്തി. അങ്ങനെയാണ് ഞങ്ങൾ 3 ആളും കൂടെ അയാളെ ബലമായിട്ട് പിടിച്ച് വായ്ക്കകത്ത് മദ്യവും വിഷവും കൂടെ കലർത്തിയത് വായ്ക്കകത്ത് തന്നെ ഒഴിച്ചു കൊടുത്തു. ബലമായിട്ട് വായും പൊത്തിപ്പിടിച്ചു. ഏറെ നേരം കഴിയുന്നതിന് മുമ്പ് അയാൾ മയങ്ങി. അപ്പോൾ അയാൾ ഉറപ്പായും അയാൾ അവസാനമാണെന്ന് മനസ്സിലായി. ഞങ്ങൾ പതുക്കെ പൊക്കിയെടുത്ത്. അപ്പോൾ രാത്രി 2 മണിയായിരുന്നു. 1 മണി കഴിഞ്ഞിരുന്നു. ഞങ്ങൾ നേരെ അയാളെ പൊക്കിയെടുത്ത് കാറിൽ കൊണ്ടാക്കിയിട്ട് ഡോറും ലോക്ക് ചെയ്തിട്ട് AC ഓൺ ചെയ്തിട്ട് ഞങ്ങൾ മടങ്ങിപ്പോവുകയും ചെയ്തു. അതുപോരല്ലോ, ഈ സാധനങ്ങളൊക്കെ എവിടെയുണ്ട്? അയാളെ കഴുത്തിൽ ചെയിൻ ഉണ്ടായിരുന്നു, പണം ഉണ്ടായിരുന്നു. അതൊക്കെയോ? അത് ഞങ്ങൾ അത് ഒരു മറ്റേ പ്ലാസ്റ്റിക് കവറിൽ എല്ലാം ഇട്ട് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, കുഴിച്ചിട്ടിട്ടുണ്ട്. 3 ആളുകളുടെയും സ്റ്റേറ്റ്മെൻറ്റ് ഒരേ രീതിയിൽ തന്നെയായിരുന്നു. അതിലൊരു വ്യത്യാസമൊന്നുമില്ല. 3 പേരും ഒരേ രീതിയിൽ തെറ്റ് പറഞ്ഞു. അപ്പോൾ 3 പേരെയും കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം തെളിവ് ശേഖരണത്തിനായി അടുത്ത ദിവസം കൊണ്ടുപോയി. ഇവരറിഞ്ഞ് ഇവരെ തെളിവ് ശേഖരണത്തിനായി കൊണ്ടുപോയ സ്ഥലത്തെല്ലാം ഭയങ്കര ആൾക്കൂട്ടവും ബഹളവും. ഇതിനിടയ്ക്ക് വിട്ടുപോയി ഒരു ചോദ്യം ചോദിക്കാൻ മനസ്സിലായി. നിങ്ങളാണോ ആ ലൈസൻസ് അവിടെ കൊണ്ടിട്ടത്? അതെ സാർ. ആ ലൈസൻസ് എവിടെ നിന്ന് കിട്ടി? ആ ലൈസൻസിൻ്റെ ഉടമയെ ഞങ്ങൾ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു, കുഞ്ഞച്ചൻ. അപ്പോൾ അയാൾ പറഞ്ഞിരുന്നു അയാളുടെ ലൈസൻസ് അടങ്ങിയ ഒരു ബാഗ് ഈ സിവിൽ സ്റ്റേഷൻ്റെ അടുത്ത് വെച്ചിരുന്ന സ്കൂട്ടറിൽ വെച്ചിരുന്നിട്ട് അവിടെ നിന്ന് മോഷണം പോയതാണ്. അപ്പോൾ അതിലുണ്ടായിരുന്ന ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസാണ്. ആ സംഗതിക്ക് ഞാൻ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അന്ന് തന്നെ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ഇത് സ്റ്റേറ്റ്മെൻറ്റ് കുഞ്ഞച്ചൻ്റെ എടുത്ത് വെച്ചിരുന്നു. ഇത് അറിഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്, നിങ്ങൾക്ക് ഈ ലൈസൻസ് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞു, ഇങ്ങനെ ഈ സിവിൽ സ്റ്റേഷൻ്റെ അവിടെ ഒതുക്കി വെച്ചിരുന്ന ഒരു സ്കൂട്ടറിനെ പൊട്ടിച്ച് എടുത്തതാണ്. അത് ഈ മനഃപൂർവ്വം ഇൻവെസ്റ്റിഗേഷന് വഴിതെറ്റിക്കാൻ ഞങ്ങൾ ആ അറിയാതിരിക്കാനായിട്ടാണ് ആ ലൈസൻസ് അവിടെ കൊണ്ടിട്ടെന്നുള്ള കാര്യം അവർ സമ്മതിക്കുകയും ചെയ്തു. തെളിവ് ശേഖരണമെല്ലാം പൂർത്തിയാക്കി അവരെ റിമാൻഡ് അപേക്ഷ സഹിതം കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോവുകയും ചെയ്തു. ഈ പറ്റിക്കാനും പറ്റിക്കപ്പെടാനും പെടുന്നതും ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത് നിത്യേന എന്നോണം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ഈ വാർത്തകൾ, ഈ അനുഭവങ്ങളും എല്ലാവരും പുറത്ത് പറഞ്ഞ എല്ലാവരുടെയും
അറിവിലുണ്ടായിട്ട് പോലും അതൊന്നും ഒരു പാഠമാക്കി എടുക്കാൻ മലയാളിക്ക് കഴിഞ്ഞിട്ടില്ല. അതൊന്നും ഒരു പാഠവും പഠിക്കുന്നില്ല മലയാളി. പാവപ്പെട്ടവന് ഒരു 5 പൈസ ചോദിച്ചാൽ കൊടുക്കില്ല. അതേസമയം കോട്ടും തൊപ്പിയൊക്കെ അണിഞ്ഞ് ഞാൻ പലിശ കൂടുതൽ തരാമെന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഉള്ളതെല്ലാം വിറ്റ് അവൻ്റെ കാൽക്കൽ കൊണ്ടുവയ്ക്കും. ആ പണമെല്ലാം കൂടെ കൊണ്ട് അവൻ സ്ഥലം വിടുമ്പോൾ എന്തോ നഷ്ടപ്പെട്ട അണ്ണാനെ പോലെ നോക്കിയിരിക്കും. പറ്റിക്കാനും പറ്റിക്കപ്പെടാനും എന്നും വിധിക്കപ്പെട്ടവരാണ് മലയാളികൾ. അത് സാധാരണ മലയാളികളല്ല. ആ അറിവിലും ആ സംസ്കാരത്തിലും എല്ലാം സമ്പന്നരായ മലയാളികൾ വശ്യമായ പുഞ്ചിരിയുമായി നടന്നു വരുന്ന പെൺകുടി ഇതാ ഞങ്ങളിവിടെയുണ്ട് എന്നുമെന്നും പറ്റിക്കാനും പറ്റിക്കപ്പെടാനുമായി. ഈ വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.